ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അവിടെ ഒരു ചുങ്കക്കാരനായിരിക്കുന്ന ഒരു സക്കായി, നികുതി പിരിക്കുന്ന ഒരു മനുഷ്യനാണ് ചുങ്കക്കാരൻ. പൊതുവെ ആളുകൾക്ക് അത്ര ജനസമ്മതിയുള്ള ഇഷ്ടമുള്ള ഒരു മനുഷ്യനല്ല ചുങ്കക്കാരൻ എന്ന് പറയുന്നവർ. കാരണം അവർ സാധാരണ ഗവൺമെൻറ് അനുവദിക്കുന്നതിൽ കൂടുതൽ നികുതി ജനങ്ങളോട് ഈടാക്കിയിരുന്നത് കൊണ്ട് ജനങ്ങൾ അവരെ ഒരു പുച്ഛത്തോടു കൂടിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്ന, അതായത് അവന് സബ്ബായിട്ട് അവൻ പലരെയും നികുതി പിരിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരുന്നു, അതിൽ പ്രമാണിയായിരുന്ന ഈ സക്കായിക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം എന്നൊരാഗ്രഹം. പക്ഷെ ജനക്കൂട്ടത്തിൻ്റെ ആ ഒരു ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം കാരണം ഇവൻ ഉയരത്തിൽ കുറഞ്ഞവനായതുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ശാരീരിക വൈകല്യമുള്ള സാധാരണ മനുഷ്യർക്കും കുരുടന്മാർക്കും രോഗികൾക്കുമെല്ലാം യേശുവിനെ കാണുവാൻ എപ്പോഴും യേശുവിന് ചുറ്റും നിന്ന ജനങ്ങൾ തടസ്സമായിരുന്നു എന്ന് നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ക്രിസ്തുവിനെ കാണുന്നതിൽ നിന്ന് ജനങ്ങളെ മറയ്ക്കുന്നത് ക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ്. ക്രിസ്തു മതത്തിൻ്റെ ഒരു പൊക്കമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തു മതം യേശുക്രിസ്തുവിനെ മറയ്ക്കുകയാണ്. ജനത്തെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം മതം ചില കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജനത്തെ യേശുവിങ്കിൽ നിന്ന് മറയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അമ്പരച്ചുംബികളായ പള്ളികളും യേശുവിൻ്റെ പേരിൽ പടുത്തുയർത്തിരിക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളുമെല്ലാം വെച്ചുകൊണ്ട് അവർ ജനത്തെ യേശുവിൽ നിന്ന് മറയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പശുത്തൊട്ടിയിൽ കിടന്ന യേശുവിനെയും, ബേത്ലഹേമിൽ പശുത്തൊട്ടിയിൽ കിടന്ന യേശുവിനെയും, അർദ്ധനഗ്നനായി കുരിശിൽ കിടന്ന യേശുക്രിസ്തുവിനെയും രക്ഷകനെയും സാധാരണക്കാരുടെ ദൃഷ്ടിക്ക് ഒരു മറ ഉണ്ടാക്കി മറച്ചിരിക്കുന്നു എന്ന് നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഥാർത്ഥ യേശുവിനെ കാണുവാൻ കഴിയാതെ വണ്ണം യേശുവിന് ചുറ്റും ക്രിസ്തുമതം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഒരു ഇരുമ്പ് മറ പോലെയാണ്. മതത്തിൻ്റെ വേലികൾക്കുള്ളിൽ കടന്നുകൊണ്ട് യേശുവിനെ കാണുക വലിയ പ്രയാസമായി തീർന്നിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പള്ളി മതത്തിന് സംരക്ഷിക്കുവാൻ അതിൻ്റെതായ സ്ഥാപിതമായ താല്പര്യങ്ങളുണ്ട്. യേശുവിൻ്റെ പേരിൽ പണിതുയർത്തിയ കെട്ടിടങ്ങൾ, പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ, ഇതിനെല്ലാം പണം ആവശ്യമായതിനാൽ എല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് മതത്തിൽ ചെന്നാലും അവിടെ യേശുവിനെ ഒന്ന് കാണണമെങ്കിൽ അതിനെല്ലാം പണം മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മതം രാഷ്ട്രീയവുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിച്ച ഒരാൾക്ക് ഇന്ന് ഒരു ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തു മതം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു ആശുപത്രിയിലോ ഒരു സ്കൂളിലോ ഒരു കോളേജിലോ ജോലി ലഭിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ തള്ളപ്പെടുകയും അർഹതയില്ലാത്തവരോടെ നുഴഞ്ഞു കയറുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു എപ്പോഴും മതത്തിന് വെളിയിലാണ്. യേശു ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല. യേശു വന്നത് ഒരു മതം സ്ഥാപിക്കാനായിട്ടുമല്ല. ഇന്ന് നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുവൻ ഹിന്ദു ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അവൻ ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ കോവിലിൽ പോകുന്നു, അവൻ വൈകിട്ട് അവൻ്റെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നു, നാമം ചൊല്ലുന്നു, അതുപോലെ തന്നെ വെടി, കൊട, വഴിപാട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു വരുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ എന്ത് പഠിപ്പിച്ചോ അത് അവൻ തുടർച്ചയായിട്ട് ചെയ്തു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരാൾ മുസ്ലിമായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ മുസ്ലിം മോസ്കുകളിൽ അവൻ പോകുന്നു, നിസ്കരിക്കുന്നു. ആ പള്ളിയിലെ അവിടെ അതിന് നിയമിക്കപ്പെട്ട പുരോഹിതൻ അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് പറയുന്നു അതനുസരിച്ച് ആ മുസ്ലിമിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ഒരു മുസ്ലിം വ്യക്തി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഇന്ന് ക്രിസ്ത്യാനികളും. ക്രിസ്തു മതത്തിൽ അവർ ആയിരിക്കുന്നതുകൊണ്ട് അവിടെ പള്ളികളിൽ എന്താണോ അവരോട് പറയുന്നത് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. മെഴുകുതിരി കത്തിക്കുന്നു, അവർ വഴിപാടുകൾ ചെയ്യുന്നു, അവർ കോഴിയെ നേർച്ച അർപ്പിക്കുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. ഇങ്ങനെ അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ട്
അവർ മുന്നോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. യേശു എപ്പോഴും മതത്തിന് വെളിയിലാണ്. കാരണം യേശു ഒരു മതസ്ഥാപകനെ അല്ല. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും ക്രിസ്തുവിനെ ഒരു മതമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ക്രിസ്തു മതം എന്നുള്ള പേരിൽ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനെയല്ല. യേശു ക്രിസ്തു വന്നത് മതം സ്ഥാപിക്കാനായിട്ടല്ല. യേശു ക്രിസ്തു വന്നത് ഈ ഭൂമിയിലുള്ള മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് അവൻ കാലിത്തൊഴുത്തിൽ ഒരു എന്താ പറയുന്നത്, കീറ്റുശീലയിൽ പൊതിഞ്ഞവനായി അവൻ കിടന്നത്. അവൻ കാൽവരി ക്രൂശിൽ ഒരു അർദ്ധനഗ്നനായി, ഒരു തുണി വ്യക്തമായിട്ട് പൂർണ്ണമായിട്ടൊരു തുണി വരയ്ക്കാൻ കൂടിയില്ലാതെ അവൻ അവിടെ കിടന്നു. ഈ രക്ഷകൻ വന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനത്തെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എപ്പോഴും യേശു മതത്തിന് പുറത്ത് ആണ്. നാം എപ്പോഴും മതത്തിന് വെളിയിൽ നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിയുള്ളൂ. യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ നടക്കുന്ന സമയത്ത് യേശു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആടുമാടുകളും അതുപോലെ തന്നെ കാളയും പ്രാവുകളെല്ലാം വിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ യേശു കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ അടിച്ച്, പണം വ്യാപാരം ചെയ്യുന്ന പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളെല്ലാം അവിടുന്ന് അടിച്ച് പുറത്താക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എൻ്റെ ആലയം നിങ്ങൾ വാണിജ്യത്തിന് ഉപയോഗിച്ച് അതിനെ പൊൻവാണിഭക്കാരുടെ നാണയങ്ങളെല്ലാം മറിച്ചിട്ട് എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്, ഒരു ബിസിനസ് കേന്ദ്രമാക്കരുതെന്ന് എന്ന് യേശു പറഞ്ഞ് അവരെ പുറത്താക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് അനേക ഇടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പാപകരമായ പങ്കിലമായ യേശുക്രിസ്തു ആഗ്രഹിച്ച കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ യെരുശലേമിൽ പെസഹ പെരുന്നാളിന് എല്ലാവരും എല്ലാ ദേശത്തു നിന്നും വന്നുകൂടും. അവിടെ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഊനം ഇല്ലാത്തതിനെ വേണം യാഗം അർപ്പിക്കുവാൻ, എന്നാൽ കണ്ണ് പൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും എല്ലാം അവിടെ റെക്കമെൻഡ് ചെയ്ത് കയറ്റിവിടും. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ കൊടുത്ത പുരോഹിതൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് അവിടുത്തെ വ്യാപാരികൾ ആ കണ്ണ് പൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും എല്ലാം അവിടെ പറഞ്ഞേൽപ്പിച്ച് അവരെ യാഗമർപ്പിക്കുവാനായിട്ട് കൊടുത്തുവിടും. ജനത്തെ വഞ്ചിക്കുന്ന പുരോഹിത വൃന്ദത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ഊനമില്ലാത്തത് കഴിക്കണമെന്നാണ് ദൈവകൽപ്പന, എന്നാൽ റെക്കമെൻഡ് ചെയ്ത് കയറ്റിവിടുകയാണ്. അതൊക്കെ സാരമില്ലെന്ന് ധൈര്യമായിട്ട് കൊണ്ടുകൊടുത്തോ, പുരോഹിതനല്ലേ യാഗം കഴിക്കുന്നത്, നിനക്ക് വേണ്ട വിടുതലുകളെല്ലാം ലഭിക്കും, നിന്റെ പാപത്തിനെല്ലാം ക്ഷമ കിട്ടുമെന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് നിറയെ കാണാം, ഇത് ഒരു തരം മതത്തിൻ്റെ ആളുകൾ, ഇനി മതത്തിൻ്റേതല്ലാത്തതെന്ന് പറഞ്ഞ് വേർപാടുകാരെന്ന് പറയുന്ന വലിയ സമൂഹങ്ങളുണ്ട്. വേറെ വലിയ വലിയ കൺവെൻഷൻ പന്തലുകൾ കെട്ടിപ്പൊക്കുന്നവർ, വലിയ വലിയ സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കുന്നവർ, അവരെല്ലാം എന്താണ് പ്രസംഗിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്ഷാദൂതനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് പകരമായിട്ട് ഇന്ന് ഇവിടെ രോഗശാന്തി നടക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം നടക്കും. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം അവരെടുത്ത് കാണിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്താവശ്യത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നുവോ, സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവൻ പാപികളെ രക്ഷിക്കുവാനായിട്ട് തന്നെ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ആ പാപകരമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ തക്കവണ്ണമുള്ള യേശുക്രിസ്തുവിൻ്റെ സദ്വാർത്തയെ ഘോഷിക്കുവാൻ ആളില്ലാതെ പലതരം ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് മതത്തെയോ വിഗ്രഹത്തെയോ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അത് പലർക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള മതത്തെയോ അല്ലെങ്കിൽ അവരുടെ വിഗ്രഹാരാധനയോ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അതിനെ എതിർക്കുവാൻ ധാരാളം ആളുകളുണ്ടാവും. എന്നാൽ ഇന്ന് കാണുന്ന അപ്പോസ്തലന്മാരെന്ന് പറയുന്നവർ, പ്രവാചകന്മാരെന്ന് പറയുന്നവർ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ ഉപദേഷ്ടാക്കന്മാരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരും മതത്തെക്കുറിച്ചോ വിഗ്രഹങ്ങളെക്കുറിച്ചോ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി. നമ്മൾ എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ എന്ന് പറയുന്ന ആള് വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹാരാധന പാപമാണെന്ന് ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള വലിയ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളെല്ലാം ഒന്നും അങ്ങോട്ട് വരികയില്ല. കാരണം അവർക്ക് വേണ്ടത് എന്താ? അവർക്ക് ചെറിയ ചില വിടുതലുകളാണ്. അവരുടെ രോഗം മാറണം, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, കടബാധ്യത മാറണം, അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ നോക്കി വരുന്ന, അങ്ങനെ യേശുവിനെ ഒരു കച്ചവട ചരക്കാക്കി വിൽക്കുന്ന അനേക വ്യാപാര വ്യവസായികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ പ്രഥമ കൽപ്പനയായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാൻ ഒഴികെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മേലാകാശത്തിലും കീഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചുകൊണ്ട് അനേക പള്ളികളിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് നാം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, അത് ഞങ്ങൾ വണങ്ങുന്നൊന്നുമില്ല, ഞങ്ങൾ തന്നെ നമസ്കരിക്കുന്നൊന്നുമില്ല എന്നെല്ലാം അവർ പറയും. പക്ഷേ അതിൻ്റെ മുമ്പിൽ പോയി കുമ്പിടുന്നു, അതിൻ്റെ മുമ്പിൽ പോയി മെഴുകുതിരി കത്തിക്കുന്നു, അതിന് മുമ്പിൽ പോയി പലവിധമായ ആചാരങ്ങൾ നടത്തുന്നു. എന്നാൽ ഇതൊക്കെ വചനവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതൊന്നും പ്രസ്താവിക്കുവാനോ പറയുവാനായിട്ടോ ആരുമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
ഇപ്പോൾ ഒരു പള്ളിയുടെ മുൻപിൽ 200 അടി ഉയരമുള്ള ഒരു വലിയ യേശുക്രിസ്തുവിൻ്റെ തന്നെ രൂപം, യാഥാർത്ഥ്യമായ രൂപമൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരു വലിയ പള്ളി പണിതിട്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും വലിയൊരു രൂപം ഉണ്ടാക്കി ഒരു കൈ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുന്ന മാതിരി നിർത്തി കഴിയുമ്പോൾ ഇവരെല്ലാം വിചാരിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് ദൈവം രക്ഷ കൊടുക്കുമെന്നാണ്. ആ വിഗ്രഹത്തിന് അതിൽ തന്നെ യാതൊരു ശക്തിയില്ലാന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നു. വിഗ്രഹം ഉണ്ടാക്കരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്. ഇത് ദൈവകൽപ്പന. എവിടെയുള്ളതാ? ആകാശത്തിലും ഭൂമിയിലും ഭൂമി കീഴ് വെള്ളത്തിലുമുള്ള യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 115 സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഒരു വിഗ്രഹം അതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല, അവയെ ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ അവിടെ തന്നെ ഇരിക്കും, അത് നടക്കുന്നില്ല. അതൊരു വിഗ്രഹമാണ്. അതിന് യാതൊരു ശക്തിയുമില്ല. അതിനെ ഉണ്ടാക്കുന്നവനും അതിനെ വണങ്ങുന്നവനും അതിനെ നമസ്കരിക്കുന്നവനും ആ വിഗ്രഹത്തെ പോലെ തന്നെയാണ്. ദൈവം സർവശക്തനായ ദൈവം വെറുക്കുന്ന, ഏറ്റവും ദൈവത്തിന് വെറുപ്പുള്ള, അറപ്പുള്ള ഒരു പാപമാണ് വിഗ്രഹാരാധന. എന്നാൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് ഇന്ന് ആളുകൾ എവിടെയാണുള്ളത്? നിങ്ങൾ ഏത് കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ പ്രസംഗിക്കുന്നതാണ് കേട്ടിട്ടുള്ളത്? ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും നാം കേട്ടിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് കേൾക്കുവാൻ വളരെ ചുരുക്കമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ നമസ്കരിക്കരുത് എന്നുള്ള ദൈവകൽപ്പന ലംഘിക്കുന്ന അനേക ജനങ്ങൾ. എന്നാൽ അവരെ അത് പറഞ്ഞ് തിരുത്തി മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള പ്രസംഗങ്ങൾ നടക്കുന്നില്ല. മതത്തിൻ്റെ പ്രഭാഷണങ്ങളാണ് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പ്രസംഗം നടക്കുന്നില്ല. ജനം വിഗ്രഹങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് വരുവാനുള്ള പ്രസംഗങ്ങൾ എങ്ങും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം അപ്പോസ്തല പ്രവൃത്തികളെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലന് മനസ്സിൽ ചൂടുപിടിച്ച ഒരു കാര്യമുണ്ട്. കാരണം അവൻ അഥേനയിൽ ചെന്നപ്പോൾ ബിംബങ്ങളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിന് ചൂടുപിടിച്ചു. അവൻ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിൽ ചെന്നു. അത് ഒരു ഭയങ്കര വിഗ്രഹാരാധന നടക്കുന്ന ഒരു ഇടമായിരുന്നു. അനേക സ്ഥലങ്ങളുള്ള ഒരു കൽപ്രതിമ, ഒരു വെൺകൽ പ്രതിമ. ആ പ്രതിമയുടെ അടുക്കൽ വന്ന് നമസ്കരിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വരും. അങ്ങനെ അവർ നമസ്കരിച്ചും അങ്ങനെ അവർ അവിടെ വന്ന് ആയിരക്കണക്കിന് ദേവദാസിമാർ അവിടെ വ്യഭിചാരം ചെയ്യുവാനായിട്ട് ആ അമ്പലത്തിനകത്തുണ്ടായിരുന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളിത് വായിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ആ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തട്ടാനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ദെമത്രിയോസ്. ആ ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും മണ്ണ് കൊണ്ടും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കും. ഭയങ്കര പണമുള്ള ആളുകൾ വന്ന് പൊന്നുകൊണ്ടുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിൽ വെക്കും. അതിലും കുറഞ്ഞ പണമുള്ളവർ വന്ന് വെള്ളി കൊണ്ടുള്ളത് വാങ്ങി അവിടെ വെക്കും. വീണ്ടും അതിലും കുറഞ്ഞുള്ളവർ വന്ന് മണ്ണ് കൊണ്ടുള്ളത് വാങ്ങി അവിടെ വെക്കും. കുറേ കഴിയുമ്പോൾ മണ്ണ് കൊണ്ടുള്ളതെല്ലാം എടുത്ത് എറിഞ്ഞ് പൊടിച്ചു കളയുകയും എന്നാൽ വെള്ളി കൊണ്ടുള്ളതും പൊന്നു കൊണ്ടുള്ളതും എല്ലാം വീണ്ടും കൊട്ടേഷൻ എടുത്ത് ലേലത്തിൽ പിടിച്ച് ഈ ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ അത് വീണ്ടും വിലയ്ക്ക് വാങ്ങി ഉരുക്കി വീണ്ടും വിഗ്രഹങ്ങളാക്കി തീർത്തുകൊണ്ട് അവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ വരികയും അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം, അർത്തമീസ് മഹാദേവി എന്ന് പറയുന്ന ലോകത്തിലെ അന്നത്തെ 7 മഹാതിശയങ്ങളിൽ ഒന്നായ ആ വിഗ്രഹത്തിന് യാതൊരു ശക്തിയില്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്ത് വിഗ്രഹത്തെക്കുറിച്ച് പ്രസ്താവിച്ച, വിഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിച്ച, വിഗ്രഹാരാധനയെക്കുറിച്ച് എതിർത്ത് സംസാരിച്ച അപ്പോസ്തലനായ പൗലോസ് ഇന്ന് എവിടെയാണ് അപ്പോസ്തലന്മാർ വിഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, അപ്പോസ്തലനായ പൗലോസിന് അത് ചൂടുപിടിച്ചു. പൗലോസിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. ദെമത്രിയോസ് ആളുകളെ ഇളക്കി പൗലോസ് അപ്പോസ്തലന് എതിരായിട്ട് സംസാരിച്ചു. അവൻ പറഞ്ഞു അർത്തമീസ് മഹാദേവിയുടെ ആ വിഗ്രഹത്തിന് യാതൊരു ശക്തിയില്ല എന്നും അതിന് യാതൊരു ബലവുമില്ല എന്നും ഇത്രമാത്രം ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും വന്ന് നമസ്കരിക്കുന്ന ആ അർത്തമീസ് മഹാദേവിയുടെ മഹാത്മ്യം കുറഞ്ഞു പോകത്തക്ക നിലയിൽ അവൻ സംസാരിച്ചു എന്നല്ല അവനെ കുറ്റം പറഞ്ഞ് അവിടെ പിടിച്ചുകൊണ്ടു പോകുന്നതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഇന്ന് വിഗ്രഹത്തെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ചൂട് പിടിക്കാറുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ചൂട് പിടിക്കാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ പോയപ്പോൾ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഈ വിഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തൊക്കെ ഇടയായിട്ട് തീർന്നു. വിഗ്രഹാരാധന ഒരു വലിയ പാപമാണ്. ജനത്തെ തടുക്കുന്നത്, ഇപ്പോൾ ഒരു മതം വിട്ട് വേറൊരു മതത്തിലേക്ക് വന്നുകൊണ്ട് അവന് യേശുവിനെ അറിയാനായിട്ട് പറ്റുന്നില്ല. ഹിന്ദു മതം വിട്ട് ഒരു ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നാൽ അവന് യേശുവിനെ ഒരിക്കലും അറിയാനായിട്ട് സാധിക്കില്ല. യേശു വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നുണ്ട്. അവന് യേശു എന്ന് പേര് വിളിക്കണം. യേശു വന്നത് സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന ആളല്ല യേശു. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന ആളല്ല യേശു. യേശു വന്നത് ഉലകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി താൻ രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവധിയില്ല, അവനിൽ വിശ്വസിക്കാത്തവന് ശിക്ഷാവധി വന്നു കഴിഞ്ഞു എന്ന് ദൈവവചനം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ നിന്റെ മതത്തിൻ്റെ വേലിക്കെട്ട് പൊളിച്ച് വെളിയിൽ വന്നാൽ യഥാർത്ഥ യേശു ആരാണെന്ന് സക്കായിയെ പോലെ നീ അന്വേഷിക്കുമെങ്കിൽ, അതിനുള്ള ഒരു ഓട്ടത്തിൽ നീ ആകുമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് യേശുവിനെ സന്ദർശിക്കുവാനായിട്ട് സാധിക്കും, യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. സക്കായി ഓടി,
ഒരു ജനം മതിൽക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അവൻ ഒരു തരത്തിലും അവൻ്റെ ചെറിയ ആ കുറിയ മനുഷ്യൻ, ആ ഉയരം കുറഞ്ഞുള്ള മനുഷ്യൻ എങ്ങി പൊങ്ങി എല്ലാം നോക്കി, അവന് കാണാൻ കഴിയുന്നില്ല. അവൻ മുന്നോട്ട് ഓടി, യേശു വരുന്ന വഴി മനസ്സിലാക്കി അവൻ മുന്നോട്ട് ഓടി. അവൻ ഓടി, ഒരു കുറിയ മനുഷ്യൻ മരത്തിൽ കയറാൻ എന്തോരം ബന്ധപ്പാടുകളുണ്ട്. അവനൊരു കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കയറി. നീ യഥാർത്ഥമായിട്ട് യേശുവിനെ കാണണമെന്ന്, യേശുവിനെ അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. അവൻ അങ്ങനെ വെളിപ്പെടുത്തി ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. വാസ്തവമായിട്ടും ആ ചുങ്കക്കാരൻ, ആ ഒരു കുറ്റകൃത്യം നടത്തിയിരുന്ന, ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ആ ചുങ്കക്കാരനായ ആ സക്കായി അവൻ മുന്നോട്ട് ഓടി. അവൻ കാട്ടത്തിമരത്തിന്മേൽ കയറി ആ ഇലകൾക്കുള്ളിൽ അവൻ പതുങ്ങിയിരുന്നു. ജനക്കൂട്ടം തന്നെ കാണരുത്, യേശു തന്നെ കാണരുത്, പക്ഷേ യേശുവിനെ തനിക്ക് കാണണം. നീ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അന്ന് യേശു ഭൂമിയിൽ ഇരുന്നപ്പോൾ അവൻ മനുഷ്യരെ നോക്കുകയാണ്. എവിടെയാണ് എന്നെ അന്വേഷിക്കുന്ന ഒരുവൻ? അതെ, അവൻ നോക്കുമ്പോൾ കാട്ടത്തിമരത്തിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഒരു മനുഷ്യനിരിക്കുകയാണ് യേശുവിനെ കാണുവാൻ. അവിടെ വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കി സക്കായിയെ കണ്ടതിന് ശേഷം പറഞ്ഞു, സക്കായിയെ വേഗത്തിൽ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോടൊപ്പം അത്താഴം കഴിക്കുകയാണ്. അതെ, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, എൻ്റെ അല്ല, യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, മതങ്ങളെ വിട്ട്, വിഗ്രഹങ്ങളെ വിട്ട് നീ യേശു ക്രിസ്തുവിലേക്ക് വരുമോ? യേശു ക്രിസ്തു നിന്നെ തീർച്ചയായിട്ടും രക്ഷിക്കും. അവൻ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. അവൻ നിനക്ക് പാപക്ഷമ നൽകും. നിനക്ക് പിതാവായ ദൈവത്തോട് നിരപ്പ് സമാധാനവും ലഭിക്കും. ഇത് ഒരു വലിയ രക്ഷയുടെ സന്ദേശമാണ്. ഇത് വിഗ്രഹത്തെ സേവിക്കുന്നുണ്ട് ലഭിക്കുന്ന ഒന്നല്ല. നീ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുൻപിൽ മെഴുകുതിരി കത്തിക്കുകയും അതിൻ്റെ മുമ്പിൽ ചന്ദനത്തിരി കത്തിക്കുകയും നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും പുണ്യപ്രവർത്തികളും നടത്തി മുന്നോട്ട് പോകുവാൻ ഇടയാകാതെ യഥാർത്ഥ രക്ഷകനെ കണ്ടെത്തുവാൻ ഇന്നത്തെ സന്ദേശം അതിന് ഇടയാകട്ടെ. ഇന്നത്തെ വചന കേൾവി അതിന് മുഖാന്തരമാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ആകർഷിക്കുവാൻ തക്കോണം ഈ വചന ശുശ്രൂഷ അതിന് കാരണമായി തീരട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ, ആമീൻ.